വെൽക്കം ബാക്ക് ടു മൈ സ്റ്റേഷൻ. നമ്മൾ സൊല്യൂഷൻ ഓഫ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻ്റ് കണ്ടിന്യൂഷനാണ് നോക്കുന്നത്, അല്ലേ? ആ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ എക്സസൈസ് 4.5 ഇതും കൂടെ ആകുമ്പോൾ ഡിറ്റർമിനൻ്റ് തീരും. ഫസ്റ്റ് എക്സാമിൻ ദ കൺസിസ്റ്റൻസിയാണ്, സെക്കൻഡ് സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്. സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കൺസിസ്റ്റൻസിയും നമുക്കൊന്ന് നോക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമുക്ക് ഇതും കൂടെ കഴിഞ്ഞിട്ട് വേറെ 3 ചാപ്റ്റർ, ഫസ്റ്റ് ഞാൻ ഇതുവരെ ഇട്ട വീഡിയോ ഇട്ട ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് 12 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് എൻ്റെ ആൻസർ സെൻഡ് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. Examine the exercise 4.5. Examine the consistency. Examine the consistency. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x plus 2y is equal to 2. 2x plus 3y is equal to 3. നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ax is equal to b ഫോമിൽ എഴുതുക. a എന്ന് പറയുന്നത് എക്സ് വൈ, അതിൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ആദ്യം എക്സ് പിന്നെ വൈ. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ 2, 3. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് വേരിയബിൾസ് ഏതൊക്കെയാണോ അത് കോളമായിട്ട് ഇങ്ങനെ എഴുതുക. ബി എന്ന് പറയുന്നത് ഈക്വൽ സൈൻ കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ്. ഇവിടെ നമുക്ക് സോൾവ് വേണ്ട, ജസ്റ്റ് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്താൽ മതി. അതിന് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡിറ്റർമിനൻ്റ് എ നോക്കുക. ഡിറ്റർമിനൻ്റ് എ 1, 2, 2, 3. 1 into 3 മൈനസ് ഇങ്ങനെ എടുക്കാം. 1 into 3 മൈനസ് 2 into 2 നോട്ട് ഈക്വൽ ടു 0, -1 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. നമുക്ക് എന്ത് പറയാം? സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ. എന്നുവെച്ചാൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ x1/2 y1/3 അതേപോലെ, അല്ലെങ്കിൽ x2 y1 ഒരൊറ്റ ആൻസറേ കിട്ടുള്ളൂ. അതാണ് യുണീക്ക് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. നമുക്ക് എന്താ പറയാം? സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്, ഇറ്റ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മൾ ax is equal to b ഫോമിൽ എഴുതുക. ഡിറ്റർമിനൻ്റ് എ 1, 2, 2, 3. 1 into 3 minus 2 into 2, 3 minus 4 -1, which is not equal to 0. Therefore, system is consistent. It has unique solution. Question number 2. ഇത് എക്സസൈസ് 4.5 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഓർഡറിലല്ല, നിങ്ങൾ നോക്കിക്കണം. x plus 3y is equal to 5. 2x plus 6y is equal to 8. ax is equal to b. 1, 3, 2, 6. x, y. 5, 8. ഇവിടെ ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. 1, 3, 2, 6. 1 into 6, 6. 2 into 3, 6.
നമുക്ക് 0 കിട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ 0 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജെ ഇൻറ്റു ബി നോക്കണം. 2/2 നമുക്ക് അഡ്ജെ എഴുതാൻ എളുപ്പമാണ്. ഇത് ഡയഗണൽ എലിമെൻറ്റ്സ് തമ്മിൽ ഇൻ്റർചേഞ്ചിങ് ഡയഗണൽ എലിമെൻറ്റ്സ്. 6 1 ഹിയർ +3 റൈറ്റ് -3. ഇവിടെ 2 ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? -2 ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജെ ഇൻറ്റു ബി നോക്കുക. 6 -3 -2 1 5 8. Six into 5 30 plus -3 into 8 -2 into 5 plus 1 into 8 6 -2. First row into first column. 6 into 5 30 plus -3 into 8 -24. -2 into 5 plus 1 into 8. 30 plus -24 6. -10 plus 8 which is not equal to 0. ഇത് കംപ്ലീറ്റ് 0 ആണ് വരുന്നെങ്കിൽ 0 0 ഇത് 0 0 അങ്ങനെ കിട്ടി. നമുക്ക് എന്താ പറയായിരുന്നു? എ അഡ്ജെ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 0. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ എന്താ കിട്ടി? നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഡിറ്റർമിനൻ്റ് A is equal to 0 and adj into B not equal to 0. Therefore, system is inconsistent. It has no solution. Determinant A is equal to 0 and adj into B is not equal to 0. Therefore, system is inconsistent. It has no solution. Solution ഇല്ല. Determinant is equal to 0 and adj into B not equal to 0. Therefore, system is inconsistent. It has no solution. Next, solve by matrix method. Solve by matrix method. 5x plus 2y is equal to 4. 7x plus 3y that is equal to 5. ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതണം? ax is equal to b. 5 2 7 3 into x y 4 5. Determinant A 5 into 3 15 7 into 2 14 1. Adj diagonal elements interchanging diagonal elements 3 5. Positive 2 -2 positive 7 minus. നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്താ? 1/ഡിറ്റ ഇൻറ്റു അഡ്ജെ. ഇവിടെ 1/1 ഡിറ്റർമിനൻ്റ് 1 ആയതുകൊണ്ട് 1/1 എന്ന് എഴുതണമെന്നില്ല. വേറെ ഏതെങ്കിലും നമ്പറാണ്, ഇപ്പോൾ 2 3 ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മളത് എഴുതുക. 1 ആയതുകൊണ്ടാണ് 1/1 എഴുതാത്തത്. അഡ്ജെ 3 - 2 -7 5 ഇൻറ്റു ബി 4 5.
that is equal to 3 into 4 plus minus 2 into 5 minus 7 into 4 plus 5 into 5 2 minus 3. നമുക്ക് ഫസ്റ്റ് നമ്പർ ഈ കിട്ടിയ ആൻസറിൽ ഫസ്റ്റ് നമ്പർ എന്താ എക്സ്, സെക്കൻഡ് നമ്പർ വൈ. സോ സൊല്യൂഷൻ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 2, വൈ ഈസ് ഈക്വൽ ടു മൈനസ് 3. ഇനി നമുക്കൊരു 3/3 മെട്രിക്സ് നോക്കാം. 2x plus 3y plus 3z is equal to 5. X minus 2y plus z negative 4. 3x minus y minus 2z is equal to 3. Ax is equal to b. 2, 3, 3. x, y, z. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ടേം ഇല്ല. ഇപ്പോൾ എക്സ് പ്ലസ് ഇസഡ് എന്നുള്ളെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ആ വൈയുടെ കോഎഫിഷ്യൻറ്റ് 0 എഴുതണം. minus 4, 3. First determinant. Two into deleting first row and first column. 4 minus minus 1 minus 3 into first row second column. 1 1 3 minus 2 minus 2 minus 3 minus 2 minus 3 minus 5 plus 3 into first row third column. 1 minus 2 3 minus 1 minus 1 minus minus 6 minus 1 plus 6 5. 2 into 5 10 minus 3 into minus 5 plus 15. 3 into 5 15. 30 plus 10 40. നമുക്ക് ഡിറ്റേ കിട്ടി. അഡ്ജേ കാണണം. അഡ്ജേക്ക് നമുക്ക് എന്ത് വേണം? കോഫാക്ടർ വേണം. A11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇവിടെ 1 plus 1 2 minus 1 സ്ക്വയർ പോസിറ്റീവ് 1 പ്ലസ് അങ്ങിട്ടാൽ മതി. നോക്കി എഴുതാം. ഒരെണ്ണം ഞാൻ എഴുതാം, ബാക്കി പെട്ടെന്ന് എഴുതാം. മൈനസ് 2 1 മൈനസ് 1 മൈനസ് 2 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 2 4 4 4 മൈനസ് മൈനസ് 1. അടുത്തത് A12 1 plus 2 ഓഡ് മൈനസ് 1 റൈസ് ടു 3 മൈനസ് 1. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഈവൻ ആണ് വരുന്നെങ്കിൽ പ്ലസ് ഇടുക, ഓഡാണ് വരുന്നെങ്കിൽ മൈനസ് ഇട്ട് പോയാൽ മതി. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം മൈനസ് 2 മൈനസ് 3. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം പോകുമ്പോൾ 1 1 3 മൈനസ് 2 മൈനസ് 2 മൈനസ് 3 മൈനസ് 2 മൈനസ് 3 മൈനസ് 5 ഇൻറ്റു മൈനസ് 5 പ്ലസ് 5. അടുത്തത് A13 ഫസ്റ്റ് റോ തേർഡ് കോളം 1 പ്ലസ് 3 4 പ്ലസ് മൈനസ് 1 മൈനസ് മൈനസ് 6 മൈനസ് 1 പ്ലസ് 6 5. നമുക്ക് A21 മൈനസ് 2 പ്ലസ് 1 ഓഡ് അല്ലേ. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 3 3 മൈനസ് 1 മൈനസ് 2 മൈനസ് 6 മൈനസ് മൈനസ് 3. അപ്പോൾ മൈനസ് 6 പ്ലസ് 3 വരും, മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 3. നെക്സ്റ്റ് A22 A22 പ്ലസ് സെക്കൻഡ് റോ
second row, second column. 2, 3, 3 minus 2. Minus 4, minus 9. Minus 13. 8, 2, 3. വീണ്ടും മൈനസ് വരും. 2 plus 3, 5. Second row, third column. Second row, third column. 2, 3, 3 minus 1. Minus 2, minus 9. That is 11. നമുക്ക് ഫസ്റ്റ് റോ സെക്കൻഡ് റോ എല്ലാ കോഫാക്ടർ. ഇനി തേർഡ് റോ. 8, 3, 1 പ്ലസ് തേർഡ് റോ ഫസ്റ്റ് കോളം 3 minus minus 6. That is 9. 8, 3, 2 minus third row second column 2, 3, 1, 1. 2 minus 3 minus 1. That is 1. 8, 3, 3. Third row third column minus 4 minus 3 minus 7. കാരണം 3 plus 3 6 ആയതുകൊണ്ട് പ്ലസ് തന്നെയായിരിക്കും. ഇവിടെ മൈനസ് ഔട്ട് സൈഡ് വരത്തില്ല, മൈനസ്. ഇനി നമുക്ക് അഡ്ജ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോഫാക്ടേഴ്സ്. ഫസ്റ്റ് റോ കോഫാക്ടർ, സെക്കൻഡ് റോ കോഫാക്ടർ, തേർഡ് എല്ലാ അതാത് സ്ഥാനത്ത് എഴുതിയിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ട്രാൻസ്പോസ് ഓഫ് ദി കോഫാക്ടർ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജോയിൻറ്റ്. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി 1/40 ഇൻറ്റു. അപ്പോൾ അഡ്ജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയുടെ കോഫാക്ടർ നമ്മൾ ഫസ്റ്റ് കോളമായിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പം നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. 5, 5, 5. ഇനി സെക്കൻഡ് റോ കോഫാക്ടേഴ്സ് സെക്കൻഡ് കോളമായിട്ട് അങ്ങ് എഴുതുക. 3 minus 13, 11. ഇനി തേർഡ് റോ കോഫാക്ടർ തേർഡ് കോളമായിട്ട് എഴുതുക. 9, 1 minus 7 ഇൻറ്റു ബി 5 minus 4, 3. One by 40 into 5 into 5, 25. 3 into minus 4, minus 12. 9 into 3, 27. 5 into 5, 25. Minus 13 into minus 4, 52. 1 into 3. 5 into 5 plus 11 into minus 4 minus 21. 1/40 into 25 plus minus 12, 13. 13 plus 27, 40. 8. 25. Minus 65 plus 25. Minus 65 plus 25, minus 40. 1, 2, minus 1. So solution is x is equal to 1, y is equal to 2, z is equal to minus 1, 2, minus 1. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിതുവരെ ഞാൻ വിട്ട വീഡിയോയുടെ എല്ലാം ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട് ഓൺ എക്സാമിന് ചേർത്ത്. നമുക്ക് ഇതുവരെ പ്രീവിയസ് ഇയർ ചോദിച്ച മോഡൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, കൂട്ടുകാർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.